പച്ചപ്പിന്റെയും കാഴ്ചകളുമായി നാട്ടുപച്ച വീണ്ടും. എല്ലാ പ്രേക്ഷകർക്കും നാട്ടുപച്ചയിലേക്ക് സ്വാഗതം. വിഷമില്ലാത്ത ശുദ്ധമായ ഭക്ഷണം തന്ന് മാത്രമല്ല വീട്ടിലെ കൃഷി നമ്മളെ സഹായിക്കുന്നത്. ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായി കാണാനും ശുഭാപ്തി വിശ്വാസം മുറുകെ പിടിക്കാനും കൃഷി നമ്മെ സഹായിക്കുന്നു. അതിനുദാഹരണമാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന തൃശ്ശൂരിലെ ദമ്പതികൾ. ഇത് വെറുമൊരു പച്ചക്കറിത്തോട്ടമല്ല. ഹരിദാസൻ ചേട്ടൻ്റെയും കമല ചേച്ചിയുടെയും ഔഷധശാലയും ഉല്ലാസ കേന്ദ്രവുമാണ്. രോഗങ്ങൾ കൊണ്ട് വിഷമിച്ച ഇവർ രണ്ടുപേരും അതെല്ലാം മറന്നത് ഈ ചെടികളുടെ പൂവും കായും കണ്ടാണ്. അയൽക്കാരെ ഇവരിലേക്ക് അടുപ്പിച്ച് സൗഹൃദങ്ങൾക്ക് മധുരം കൂട്ടുന്നതും ഈ പച്ചക്കറികൾ തന്നെ. വന്നിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ സാമ്പാർ വയ്ക്കണം, 2 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു അവർ വന്ന് ചോദിക്കും. നമുക്ക് എത്ര സന്തോഷം ഉണ്ടെന്നറിയോ കൊടുക്കാൻ. കാരണം നമുക്കത് അങ്ങനെ ചോദിക്കുന്നവരോട് കൊടുക്കാൻ നല്ല സന്തോഷമാണ്. ഇവിടെ കൃഷി തുടങ്ങുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പട്ടാളക്കാരനായിരുന്നു ഹരിദാസൻ. വിരമിച്ച ശേഷം രോഗങ്ങളോട് യുദ്ധം ചെയ്യലായി ജോലി. ഹൃദ്രോഗത്തിന് ബൈപ്പാസ് ഉൾപ്പെടെ പല ശസ്ത്രക്രിയകൾ കഴിഞ്ഞു. പ്രമേഹത്തിന് പാവയ്ക്ക ജ്യൂസ് സ്ഥിരമാക്കി. നാട്ടിൽ നിന്ന് സ്ഥിരമായി പാവയ്ക്ക വാങ്ങി തുടങ്ങിയപ്പോൾ ഹരിദാസന് എന്തോ പന്തുകേട് തോന്നി. അതിൻ്റെ ഉള്ളിൽ വളരെ വലുത്, പക്ഷേ കുരുവില്ല. ഇവിടെ വന്ന് നാട്ടിൽ വന്ന് മേടിച്ചു നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്ക് ഈ വളർച്ച എത്തിയിട്ടില്ല, ഇത്രയും വലുതായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ സംതിങ് ഉണ്ട്. അത് ഇപ്പോഴാണ് ആൾക്കാർ പറയുന്നത് അവിടെ നിന്ന് വിഷമടിച്ചു വരുന്നത്. അന്ന് എനിക്കിതൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ എന്തോ ഒരു ചേർക്കാൻ പറ്റാത്ത ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ട, അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങാം. പട്ടാളത്തിൽ ചേരും മുമ്പ് ചെയ്ത കൃഷിയും അച്ഛൻ തന്ന കൃഷി പാഠങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തി. 14 സെന്റ് സ്ഥലം വാങ്ങി വീട് വച്ചതിൽ ഉള്ള സ്ഥലത്ത് കൃഷി ആരംഭിച്ചു. ജവാൻ അങ്ങനെ കിസാനായി. പക്ഷേ പച്ചക്കറികൾ വിചാരിച്ച പോലെ വിളഞ്ഞില്ല. ഒരു പ്രാവശ്യം മാത്രം അവിടെ എനിക്ക് കുറച്ച് അനുഭവം കിട്ടിയതിന്ന്. പിന്നെ അവിടെ കംപ്ലീറ്റ് വെയിലില്ലാണ്ടായിപ്പോയി. സൈഡിലുള്ള മരങ്ങളും ഇതൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ വാഴ ഇതൊക്കെ വെച്ച് തെങ്ങും തൈകൾ വെച്ച് വളർന്നു വന്നപ്പോൾ അവിടെ അതിൻ്റെ സൗകര്യം വരാണ്ടായി. പിന്നെ പെരിച്ചാഴിയുടെ ശല്യം കൂടുതലാണ്. ഇപ്പോൾ അത് കാരണം അവിടെ കുറച്ച് ഈ മഞ്ഞളും ഇഞ്ചിയും ഇട്ടേക്കുക പുറകു ഭാഗത്ത്. അതവർ മാത്രമേ വന്നിട്ട് വേറെ എന്ത് ചെടി വെച്ചാലും നശിപ്പിക്കുക. അപ്പോൾ അത് മേലേക്കായി. അങ്ങനെയാണ് വെയിൽ കാഞ്ഞു കിടന്ന മട്ടുപ്പാവ് തോട്ടമായി മാറിയത്. ചീരയും വെണ്ടയും വച്ച് തുടങ്ങി. 650 ചതുരശ്ര അടിയിൽ കൃഷി. ഏതാനും ഗ്രോ ബാഗുകളിൽ തുടങ്ങി പടിപടിയായി വളർന്നു. ഇപ്പോൾ 160 ബാഗുണ്ട്. ചെടികളെല്ലാം ചേട്ടനെയും ചേച്ചിയെയും നന്നായി സഹായിച്ചു. പയറ്, പടവലം, കയ്പ, വെണ്ട എല്ലാം കൂടുതലായിട്ടുണ്ടാവും. ടമാറ്റർ, പിന്നെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഉണ്ടാവുള്ളൂ. ടെറസിൽ കൃഷി ആരംഭിക്കുമ്പോൾ ചില്ലറ ആശങ്കകളുണ്ടായിരുന്നു. കെട്ടിടത്തെ ബാധിക്കുമോ എന്ന എല്ലാവർക്കും തോന്നുന്ന ആശങ്ക. വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തതിനാൽ പ്രശ്നമുണ്ടായില്ല. ഇപ്പോൾ കൃഷി 6 കൊല്ലം പൂർത്തിയാക്കി. അന്ന് എല്ലാവരും പറയും ടെറസിൻ്റെ മേലെ തുടങ്ങിയാൽ ലീക്കാവും. അപ്പോൾ ഞാൻ അതിനുള്ള വഴി ആദ്യം ചെയ്യുന്നുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം വൈറ്റ് സിമെൻ്റ് അടിക്കും. കെമിക്കൽ ചേർത്തിട്ട് ഇതിൽ വൈറ്റ് സിമെൻ്റ് അടിക്കും. ഇതൊക്കെ വൈറ്റ് സിമെൻ്റ് ഈ മഴ കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം, ഇനി അടുത്ത മഴയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം അടിക്കും. അപ്പോൾ നമുക്ക് കീപ്പിട്ടിരിക്കില്ല. ചിലപ്പോൾ എല്ലാം ഇരിക്കും. അതിപ്പോൾ സാധാരണ എല്ലാ വീടുകൾക്കും വരാമെന്ന് ലീക്ക് ഉണ്ടാകും. പക്ഷെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കും. വീട്ടിനു വേണ്ട പച്ചക്കറികൾ എന്ന ആശയത്തിൽ തുടങ്ങിയെങ്കിലും പിന്നീട് വേറെയും ചില കൗതുകങ്ങൾ മനസ്സിൽ കൂടി. പുതിയ ഇനങ്ങൾ പലയിടത്തു നിന്നും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. 8 ഇനം മുളകുകൾ ഇവിടെയുണ്ട്. വ്യത്യസ്തതകൾ വേറെയും. മല്ലി ഞങ്ങൾ പാവിയിട്ടുണ്ട്, ഉലുവയുണ്ട്, ഇത് സ്പ്രിംഗ് ഓണിയൻ, അവിടെ നമ്മുടെ ചെറിയ ഉള്ളി ഒരെണ്ണത്തിൽ പാവിയിട്ട് അതുണ്ട്. ഇപ്പോൾ ഇത് ഞങ്ങൾ പെരിഞ്ജീരകം ഇപ്പോൾ കറിക്ക് കൊണ്ടുവരുന്ന പെരിഞ്ജീരകത്തിൽ നിന്ന് എടുത്ത് പാവി നോക്കിയതാണ്. അപ്പോൾ ഇത്രയും പെരിഞ്ജീരകം ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കില്ല. അത് ചീര വയ്ക്കുമ്പോൾ അതിൻ്റെ ഇല അധികം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുളപ്പിച്ചതാണ്. പിന്നെ അത് വലുതായി വന്നു, ഇപ്പോൾ പെരിഞ്ജീരകം ഉണ്ടായി.
ചെടികൾ ഇടതൂർന്നാണ് ഇവിടെ വളരുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ അനാവശ്യമായി ചെടികൾ തമ്മിലെ അകലം കൂട്ടേണ്ടതില്ലെന്ന് ഹരിദാസൻ പറയും. വെയിൽ അധികമായാൽ ചെറുക്കാൻ ഷെയ്ഡ് നെറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. പാവലിനും പടവലത്തിനും പടർന്നു വളരാൻ ഉറപ്പുള്ളതും മനോഹരവുമായ പന്തലും ഒരുക്കി. താൽക്കാലിക ഘട്ടങ്ങളിൽ ടെന്റും കുടിലും പണിയാൻ പട്ടാളത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് പന്തലിടാൻ ഹരിദാസൻ പ്രയോഗിച്ചത്. ഓരോ വിളവ് കഴിയുമ്പോഴും ബാഗുകളിലെ മണ്ണ് മാറ്റി വീണ്ടും നിറയ്ക്കുന്നതിലുമുണ്ട് പട്ടാളച്ചിട്ട. ഇപ്പോഴും ഈ ഒരു ചെടി പറിച്ചു കഴിഞ്ഞാൽ ഈ തടത്തിൽ ഗ്രോ ബാഗ്സിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ ചെടി വയ്ക്കില്ല. ഇതിനെ നമ്മളിവിടെ ഇട്ട് ഉണക്കും. അത് നമ്മൾ നിലം ഉഴുത് നമ്മൾ ചെയ്യില്ല. അതിന് കാറ്റും വെയിലും മഞ്ഞും ഒക്കെ കൊള്ളണമെന്ന് പറയില്ലേ, അതേമാതിരി ഇവിടെ ഇട്ട് 2 ദിവസം ഉണങ്ങിയതിന് ശേഷം വെയിലത്ത് ഉണങ്ങി അതിന് ശേഷം അതിൽ കൂടെ വളം ചേർക്കും. 1/3 മണ്ണ്, പിന്നെ അടുങ്ങാട്ടൻ കമ്പോസ്റ്റ്, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഫില്ല് ചെയ്യുള്ളൂ. അസുഖങ്ങളെക്കുറിച്ചുള്ള പേടി കാരണം അധികം കായികാധ്വാനമുള്ള പണികൾ ചെയ്യുന്നതിനെ ഡോക്ടർമാർ വിലക്കിയിരുന്നു. കൃഷിക്കു വേണ്ട മണ്ണും വളച്ചാക്കും ടെറസിന് മുകളിലെത്തിക്കാൻ രാഘവൻ എന്ന സഹായിയെ കിട്ടിയതോടെ അതിനും പരിഹാരമായി. ഹരിദാസന്റെയും ഭാര്യയുടെയും കൃഷിയോടുള്ള ഭ്രമം കണ്ട് കൂടെ കൂടിയതാണ് അയലത്ത് തന്നെയുള്ള രാഘവൻ. ആള് എന്നും പറയും, ഞാൻ എൻ്റെ ഒരു ഫോട്ടോയും വരുന്ന എൻ്റെ റിപ്പോർട്ടും വരുന്നില്ല എന്ന് പറയും. ആൾ വന്നിട്ട് എനിക്ക് സഹായിച്ചു തരും ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ. അത് ഏത് രാത്രി പറഞ്ഞാലും ആൾ എടുത്തു വന്ന് ഇവിടെ ലൈറ്റിട്ട് അതൊക്കെ നമുക്ക് കൊണ്ടെത്തിച്ചു തരും കീഴുന്ന്. സ്നേഹക്കൂടുതൽ കാരണം മക്കളും ആദ്യം അച്ഛനമ്മമാർ കൃഷിപ്പണി ചെയ്യുന്നതിനെ വിലക്കിയിരുന്നു. പിന്നീട് വിലക്ക് പ്രോത്സാഹനമായി മാറി. ആദ്യം പറഞ്ഞിരുന്നു വേണ്ട ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ പച്ചക്കറി നമ്മൾ പച്ചക്കറിയാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പം ഇത് ഈ പച്ചക്കറി ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണ്. കാരണം പൈസയുടെ ലാഭമല്ല, പൈസ ചിലവ് കൂടുതലാണ്. ജൈവ രീതികളിൽ മാത്രമാണ് ഇവിടത്തെ ചെടികൾ വളരുന്നത്. ആട്ടിൻ വളവും ചാണകപ്പൊടിയും തന്നെ ധാരാളമെന്നാണ് അനുഭവം. ചെറുപ്രാണികളെ ഒഴിവാക്കാൻ കെണികൾ സഹായിക്കും. കീടങ്ങളെ നിയന്ത്രിക്കാൻ പുകയില കഷായമുണ്ടാക്കും. പുകയില പൊടിച്ചിട്ട വെള്ളത്തിൽ സോപ്പും ചേർത്ത് 3 ദിവസം വയ്ക്കും. പിന്നെ വെളുത്തുള്ളി അരച്ചു ചേർത്ത് നന്നായി അരിച്ചെടുക്കും. ഇതേ ഈ തുണി വയ്ക്കും. തുണി വെച്ചിട്ടാണ് ഇത് ഒഴിക്കുക. ഈ വയ്ക്കുന്നതിൽ നമ്മൾ കുറച്ച് വേപ്പെണ്ണ ഒരു 5-10 ഡ്രോപ്സ് ഒഴിക്കും. ഇതിലൊഴിക്കുള്ളൂ, ഈ തുണിയിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് മിക്സായിട്ട് ഗണ്ണിലേക്ക് പോകും. വീട്ടാവശ്യത്തിന് എപ്പോഴും പച്ചക്കറികൾ കിട്ടാൻ തരത്തിലാണ് ചെടികളുടെ നടീൽ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ബാഗിലും ഒരുമിച്ച് തൈ നടില്ല. ടൊമാറ്റോ വളർന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്ന് മേലെ വീണ് കിടക്കും. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ 10 ബാഗ് ഇവിടെ ഇപ്പോൾ കാലിയുണ്ട്. ഞാനതിൽ ഒന്നും നടിടില്ല. ഇപ്പോൾ ഈ പാവിയിട്ടുള്ളൂ, വിത്ത് മുളച്ച് വന്നു. അത് വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 10 എണ്ണത്തിലും ടൊമാറ്റോ നടും. അപ്പോൾ ബാക്കി നമ്മൾ ഈ ചെറിയ ഐറ്റവും ടൊമാറ്റോ ഉണ്ടെങ്കിൽ സുഖമായിട്ടുള്ള പച്ചക്കറിയുടെ ആവശ്യങ്ങൾ നടക്കും. ആശുപത്രികളിൽ നിന്ന് കിട്ടുന്നതിലും വിലയേറിയ ഔഷധമാണ് സ്വന്തം വീട്ടിൽ വിളയുന്ന ഭക്ഷണമെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് അല്പം വൈകിപ്പോയി എന്നതിലേ വിഷമമുള്ളൂ. രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് എന്ന നിലയിൽ വീടുകളിൽ പച്ചക്കറിത്തോട്ടമുണ്ടാക്കാൻ ഇവർ ഇവിടെ എത്തുന്നവർക്ക് ഉപദേശം നൽകുന്നു. ഒപ്പം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശയങ്ങളും പങ്കുവയ്ക്കുന്നു. മേലെ കുറച്ച് സ്ക്രീൻ ഇതേമാതിരി സൈഡിലുള്ളത് മേലെയും കൂടി അടിച്ച് ഇവിടെ ട്രിപ്സ് ലൈൻ ഇടണം. അതാണ് അടുത്ത വഴി. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം ടാപ്പ് ഓൺ ചെയ്താൽ മതിയല്ലോ. 73 വയസ്സായി ഹരിദാസന്. കൃഷി ഒരു ചികിത്സാ അനുഭവമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഇദ്ദേഹം. ജീവിതത്തിന് ഒരു ക്രമവും ചിട്ടയും വന്നതോടെ ആരോഗ്യം മെച്ചപ്പെട്ടു. മനസ്സിനുള്ള ആശ്വാസം അതിലും മേലെ. മക്കൾ ജോലിയുമായി അകലത്താണല്ലോ എന്ന വിഷമവും ഈ ചെടികൾ മാറ്റുന്നു. ഹാപ്പിയാണ് എപ്പോഴും. ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള ടൈമേ കിട്ടണില്ല. ഒരു രാവിലെ കയറി വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ കീഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ പണി, അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, റെസ്റ്റ് എടുക്കുക, 4 മണിയാകുമ്പോൾ വീണ്ടും കയറുക. അതാണ് ഞങ്ങളുടെ ലൈഫ്. പച്ചക്കറിത്തോട്ടത്തിന് പല അർത്ഥങ്ങളുണ്ടെന്ന് ഈ ദമ്പതികൾ മനസ്സിലാക്കുന്നു. അടുപ്പക്കാർക്ക് ഇവർ നൽകുന്ന സമ്മാന പൊതുകളിൽ നിറയെ സ്വന്തം കൈകൊണ്ട് നട്ട് നനച്ചു വളർത്തിയ ചെടികൾ ഇവർക്ക് നൽകിയ സമ്മാനമാണ്. പൈസയ്ക്ക് വിൽക്കില്ല.
കൊടുക്കുന്നത് സ്നേഹം, അടുത്തുള്ളവർക്ക് നമ്മുടെ സ്നേഹം പങ്കിടുകയാണ്. ഇപ്പോൾ ഈ ഈസ്റ്റർ വന്നില്ലേ, ഈസ്റ്റർ വന്നപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് മുന്നിലുള്ള വീട്ടുകാർ, ഇപ്പോൾ നമ്മൾ കാറ് നിർത്തി വീടും അതിൻ്റെ അടുത്ത വീടും, അവർ ചേട്ടനെ ഞാൻ വീടാണ് ക്രിസ്ത്യൻസ്, അവർക്ക് നമ്മൾ പച്ചക്കറി വേണ്ട പച്ചക്കറി ഓരോരോ കിറ്റ് അവർ കൊടുത്തു. ഈ സന്തോഷത്തിനാണ് വിലയിടാൻ കഴിയാത്തത്. ജീവിതത്തിന്റെ സൗന്ദര്യവും സന്തോഷവും അറിയാൻ കൃഷിയിടത്തിലൂടെയുള്ള ഇവരുടെ യാത്രയ്ക്ക് നന്മകൾ നേരാം. ഈ കുടുംബത്തിന്റെ കൃഷിപാഠങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ബന്ധപ്പെടാം. വിലാസം ശ്രദ്ധിക്കുക: ഹരിദാസൻ, കമല നിവാസ്, ഗുരുമന്ദിരം റോഡ്, വടൂക്കര PO, കുറുക്കഞ്ചേരി. ഫോൺ നമ്പർ 9961998146. നമ്പർ ഒരിക്കൽ കൂടി 9961998146. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ ManoRamaNews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.